ഇന്ത്യയിൽ നല്ല വേരോട്ടമുള്ള കാര്യമാണ് ഫാസിസം. നമ്മളെപ്പോഴും 2014 ഫാസിസം പെട്ടെന്ന് രാവിലെ എണീറ്റപ്പോൾ ഫാസിസം എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് കൊട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള മട്ടിലാണ് നമ്മൾ സംസാരിക്കുന്നത്. 3500 വർഷമായിട്ട് കാസ്റ്റ് ആചരിച്ചു പോകുന്ന മനുഷ്യരാണ് നമ്മൾ. ഇപ്പോഴും ഒരു നാണവും ഇല്ലാതെ കാസ്റ്റ് സർനെയിംസ് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. കാസ്റ്റ് ബേസ്ഡ് മാരേജസ് കഴിക്കുന്നവരും ഒരു നാണവും ഇല്ലാതെ അത് മാട്രിമോണിയൽ അഡ്വർടൈസ്മെന്റിൽ കാണിക്കുന്ന ആൾക്കാരുമാണ് നമ്മൾ. ഇന്നും നമ്മുടെ അയ്യോ എൻ്റെ പെങ്കൊച്ച് മറ്റേ ആളെ കല്യാണം കഴിക്കാൻ പോയി എന്ന് നിലവിളിക്കുന്ന പാരൻസ് ആണ് നമ്മൾ. ദിസ് ഇസ് ഓൾ ഫാസിസം. നിങ്ങൾ മറ്റൊരാളുടെ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുകയും നിങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് ശരി. എൻ്റെ ഡിസിഷൻസ്, എൻ്റെ വീട്ടിൽ ഞാൻ പാരൻ്റ് ആയിട്ടിരിക്കുമ്പോൾ, ഞാൻ അച്ഛനായിട്ടിരിക്കുമ്പോൾ, ഞാൻ അമ്മയായിട്ടിരിക്കുമ്പോൾ എൻ്റെ മോൾ എന്ത് ഡ്രസ്സ് ചെയ്യണം, എൻ്റെ മോൾ ആരെ പ്രണയിക്കണം, എൻ്റെ മോൻ ആരെ കല്യാണം കഴിക്കണം എന്നൊക്കെ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എന്ത് ഭക്ഷണം പാകം ചെയ്യണം എന്ന് ഞാൻ നിരന്തരമായിട്ട് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് തന്നെയല്ലേ ഗവൺമെൻറ്റും ചെയ്യുന്നത്? ഇറ്റ്സ് ഡിസൈഡിങ് വാട്ട് യു ഷുഡ് ഈറ്റ്, വാട്ട് ക്യാൻ ബി ഈറ്റൻ, വാട്ട് മേ നോട്ട് ബി ഈറ്റൻ, വാട്ട് യു ക്യാൻ വെയർ, വാട്ട് യു മേ നോട്ട് വെയർ, who you can marry, who you might not marry, whether you can follow a religion, whether you cannot follow a religion. ഇത് നമ്മുടെ വീടുകളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. ആൻഡ് ഇതിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് ഇത് നമ്മുടെ ബൃഹത് പാരമ്പര്യമാണ് ഉള്ളതിൽ അഭിമാനിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. അതുകൊണ്ട് നല്ല ഫാസിസം വേരോടുന്ന മണ്ണാണ് ഇന്ത്യയുടെ മണ്ണ്. ആ ഫാസിസ്റ്റ് വേരോട്ടം നമ്മുടെ എല്ലാ മനസ്സിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ അതിനെതിരെ നമ്മളെ ഹ്യൂമൺ ആക്കി നിർത്തിയത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. നിങ്ങൾ സ്കൂളിൽ പോയിട്ട് നമുക്ക് മതം അറിയാത്ത, ജാതി അറിയാത്ത ഒരാളുടെ കൂടെ ഇരുന്ന് ടീച്ചർ നമ്മളെ ഒരു മാപ്പ് കാണിച്ചിട്ട് ഇതാണ് ഇന്ത്യ, യു ബിലോങ് ഹിയർ ആൻഡ് ഇറ്റ് ഈസ് എ ഡൈവേഴ്സ് മൾട്ടി റിലീജിയസ് കോസ്മോപൊളിറ്റൻ കൺട്രി എന്ന് പറഞ്ഞപ്പോഴാണ് പലപ്പോഴും നമുക്ക് ബോധം വരുന്നത്. ദർ ആർ അതർ പീപ്പിൾ അറൗണ്ട് ഹു ആർ ആസ് ഗുഡ് ആസ് യു, ആർ ഈക്വൽ ടു യു, ഹു ഷുഡ് ബി റെസ്പെക്റ്റഡ് ജസ്റ്റ് ആസ് ദേ റെസ്പെക്ട് യു. സോ ഫാസിസത്തിനെതിരെയുള്ള റെസിസ്റ്റൻസ് ആയിട്ടാണ് എഡ്യൂക്കേഷൻ ഇത്രയും നാൾ നിലനിന്നത്. ഈ എഡ്യൂക്കേഷനെ തന്നെ ഫാസിസ്റ്റ് വൽക്കരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ കുട്ടി ഫാസിസ്റ്റുകളുണ്ടല്ലോ നന്നായിട്ട് തലപൊക്കും. സോ എഡ്യൂക്കേഷനിൽ റെസിസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഫാസിസം എടുത്തു മാറ്റാൻ നമ്മൾ കഷ്ടപ്പെടണം. അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിന് യാതൊരു അർത്ഥവും ഇല്ല. സോ ലെറ്റ് മീ സ്റ്റോപ്പ് വിത്ത് ദാറ്റ്. താങ്ക് യു.